കേരളം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിമാരകമായ രാസലഹരിയുടെ പിടിയിൽപ്പെട്ട് നമ്മുടെ നാട് വെണ്ണീറായിക്കൊണ്ടിരിക്കുന്നു. ഒറ്റക്കെട്ടായി നിന്ന് ഈ മഹാവിപത്തിനെതിരെ പ്രതിരോധം തീർക്കേണ്ടവർ നിയമസഭയ്ക്ക് അകത്തിരുന്ന് പരസ്പരം ചെളിവാരിയെറിഞ്ഞ് രസിക്കുന്നു. കുറെ നാൾ മുമ്പ് വരെ യുവത്വത്തെ കാർന്നു തിന്നിരുന്ന ഈ മാരകമായ രാസലഹരി ഇന്ന് യുവത്വത്തെ വിട്ട് കൗമാരങ്ങളിലേക്ക്, സ്കൂൾ കുട്ടികളിലേക്ക് അതിൻ്റെ നീരാളിക്കൈകൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. നമ്മുടെ നാട് ഇത് എങ്ങോട്ടാണ്? 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയയപ്പ് മീറ്റിംഗിൽ കഞ്ചാവ് പാർട്ടി നടത്തിയത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. യാത്രയയപ്പ് മീറ്റിംഗ് നടത്താൻ ഓഡിറ്റോറിയം വിട്ടുകൊടുക്കാത്തതിൻ്റെ പേരിൽ സ്കൂളിനോട് ചേർന്നുള്ള ഫാം ഹൗസ് വാടകയ്ക്കെടുത്ത് DJ പാർട്ടിയും മറ്റ് തോന്നിയവാസങ്ങളും നടത്തിയത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. സംശയാസ്പദമായി കണ്ട 8ാം ക്ലാസ്സുകാരൻ്റെ ബാഗ് പരിശോധിച്ചപ്പോൾ ലഹരി മരുന്നുകൾ മാത്രമല്ല, ഗർഭനിരോധന ഉറകൾ കൂടി കണ്ടെടുത്തത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ 8ാം ക്ലാസ്സുകാരൻ്റെ ബാഗിൽ നിന്നാണ്. മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിൻ്റെ പേരിൽ സ്കൂളിലെ അധ്യാപകനെ കുത്തിമലർത്തും എന്ന് പറഞ്ഞത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. നമ്മുടെ ഈ വിദ്യാർത്ഥികൾ എങ്ങോട്ടേക്കാണ് യാത്രയാവുന്നത്? സ്കൂൾ കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് പ്രതിപക്ഷ അംഗങ്ങളുടെ ചോദ്യത്തിന് അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടേ ഇല്ല എന്നാണ് കേരളത്തിന്റെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത്. ബഹുമാനപ്പെട്ട മന്ത്രി നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ സോഷ്യൽ മീഡിയയിലും വാർത്താമാധ്യമങ്ങളിലും നിറഞ്ഞാടിയതാണ്. പക്ഷേ അത് അങ്ങയുടെ ശ്രദ്ധയിൽ മാത്രം വന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആണോ എന്ന് ആരെങ്കിലും സംശയം പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താനാകുമോ? കേരളം മുടിഞ്ഞു. ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മാറ്റിവെച്ച് നമ്മൾ ഇനി ഒറ്റക്കെട്ടായി നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കാൻ ശ്രമിക്കണം എന്ന ഒരു ടീച്ചറമ്മയുടെ വാക്കുകൾ കേരളത്തിൽ ആവർത്തിച്ച് കേട്ടത് ഈ കഴിഞ്ഞ നാളുകളിലാണ്. ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടത്തിന്റെ നിഷ്ക്രിയതയ്ക്കെതിരെ ശബ്ദമുയരുമ്പോൾ അത് സർക്കാരിനെ താഴ്ത്തിക്കിട്ടാനുള്ള തന്ത്രം മാത്രമാണ് എന്ന് പറഞ്ഞ് നീർക്കുമളകളുടെ പ്രതിരോധ കോട്ട തീർത്തത് കൊണ്ട് ആയില്ല. ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം ആസന്നമായിരിക്കുന്നു. ഇവിടെ രാഷ്ട്രീയത്തിനുപരി രാഷ്ട്രീയം, ഭരണവും, പ്രതിപക്ഷം അല്ലെങ്കിൽ മറ്റുള്ളവർ, സാമുദായിക സംഘടനകൾ, മതശക്തികൾ എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ ഈ കേരളത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമം ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാതിരാത്രിയിൽ ലഹരിയിൽ ആറാടി വരുന്ന മകന് വാതിൽ തുറന്നു കൊടുക്കാൻ പേടിയാണ് സാറേ. അവൻ ആ നിമിഷം എന്നെ അമ്മയായിട്ടല്ല കാണുന്നത് എന്ന് പറഞ്ഞ അമ്മയുടെ തേങ്ങലുകൾ, സഹോദരനെ കാണുമ്പോൾ പേടിയാകുന്നു എന്ന് പറയുന്ന സഹോദരിയുടെ വിങ്ങലുകൾ, ഇതെല്ലാം ഈ കേരളത്തിൻ്റെ കാതുകളിൽ മാറ്റൊലി കൊണ്ടതാണ്. ഇതെല്ലാം നമുക്ക് അവസാനിപ്പിക്കണ്ടേ? നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ അമ്മമാർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ നമ്മുടെ വീടുകളെങ്കിലും അവശേഷിക്കണ്ടേ? നമ്മുടെ കുട്ടികൾ കഴിക്കുന്ന മിഠായികളിലും ജ്യൂസുകളിലും ഐസ്ക്രീമുകളിലും വരെ ഈ മാരകമായ ലഹരി കലർത്തി നമ്മുടെ കുട്ടികൾക്കിടയിൽ വിൽപ്പന നടത്തുന്ന ഈ മാഫിയകൾക്കെതിരെ ഒരു ചെറുവിരലനക്കാൻ പോലും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയാതെ പോകുന്നത് അവരുടെ കഴിവുകേട് കൊണ്ടല്ല, വെറും നിസ്സംഗത കൊണ്ട് മാത്രമാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ നടത്തുന്ന കടകളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിൽ നിന്നും കുറെ പാൻ മസാലകൾ റെയ്ഡ് ചെയ്ത് പിടിച്ചതുകൊണ്ട് രാസലഹരിക്കെതിരെയുള്ള പോരാട്ടമായില്ല. മറിച്ച് ഈ തലമുറയെ തന്നെ കാർന്നു തിന്നുന്ന, എന്ത് പേരിട്ട് വിളിച്ചാലും ഈ തലമുറയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, നാളെയുടെ വാഗ്ദാനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതിമാരകമായ രാസലഹരിക്കെതിരെ നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ, ഉത്തരവാദിത്തപ്പെട്ടവർ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ, ഈ സമൂഹം ഒറ്റക്കെട്ടായി ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്, ദൈവത്തിൻ്റെ ഈ സ്വന്തം നാട് നാളെ വയലൻസിന്റെ നാടായി മാറും.